ഹായ് ഗൈസ്, ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഭയങ്കര സങ്കടകരമായൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളെല്ലാവരും ഇങ്ങനെ രാവും പകലും ഉറക്കൊഴിച്ച് വണ്ടി ഓടിക്കുന്ന ആൾക്കാരായതുകൊണ്ടേ കുറച്ച് വണ്ടികളൊക്കെ നിർത്തിയത് കണ്ട സൈഡാക്കി ഉറങ്ങും. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഉറങ്ങിയതാണിത്. അപ്പോൾ ഉറങ്ങിയപ്പോൾ കണ്ട ഡീസൽ ഒരു വണ്ടിയിൽ നിന്നാണെങ്കിൽ പോട്ടെ നോക്കുക, അത് ഒരു വണ്ടിയല്ല കേട്ടോ, 11 വണ്ടീൻ്റെ ഡീസലാണ് ഊറ്റിപ്പോയത്. അവിടെ നിന്ന് അവർ ചോർത്തിയത്. ചിലത് ടാങ്ക് താഴെ പൊളിച്ചിട്ടുണ്ട്, ചിലത് ഡീസലിൻ്റെ അടപ്പ്, അതായത് നമ്മുടെ മറ്റേ സ്ക്രൂ ഡ്രൈവറൊക്കെ വെച്ചിട്ട് മുടന്തിയിട്ട് പൊളിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ രാവും പകലൊന്നും കഷ്ടപ്പെട്ട് നമ്മളെ ഭക്ഷണങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നവരാണ് ഞങ്ങളൊക്കെ. എന്നിട്ട് ഇതേപോലത്തെ പണി, കരിങ്കാലിപ്പണി എടുക്കുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് കേരളത്തിലൊക്കെ പൊതുവെ കുറവാണ്. ഇത് തെലുങ്കാനയിലാണ്, അനന്താപൂർ തെലുങ്കാനയിലല്ല, സോറി, ആന്ധ്രയിൽ അനന്താപൂർ ടോൾ ഗേറ്റിലാണിത്. ഒരു വണ്ടിയല്ല, ഇതൊക്കെ നമ്മളെ കേരള വണ്ടികളാട്ടോ. ഒരു ഇപ്പുറത്ത് 2-3 കേരള വണ്ടി, 3-4 കേരള വണ്ടിയിൽ നിന്ന് ഊറ്റിയാണ്. അതേപോലെ കർണാടക വണ്ടി ഉണ്ട്, മഹാരാഷ്ട്ര വണ്ടി ഉണ്ട്, എല്ലാത്തും ഊറ്റിയുണ്ട്. ഇതൊക്കെ പൊട്ടിച്ചതാണ്. പിന്നെ ആ വണ്ടി രാത്രി, അതായത് നമ്മൾക്ക് ക്ഷീണിച്ചിട്ട് കിടന്നുറങ്ങല്ലേ, അപ്പോൾ പെട്ടെന്ന് അറിയില്ല. ചെറിയ വണ്ടി ചെറുതായിട്ട് ഇളകിയാലൊന്നും നമ്മളറിയില്ല, കാരണം അത്രയ്ക്ക് ക്ഷീണത്തിൽ വന്ന് കിടക്കുന്നതാണ്. അങ്ങനെ കടന്ന് രാവിലെ എണീറ്റപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. ഇവിടുത്തെ പഞ്ചർ കടക്കാരനാണ്. ഈ പഞ്ചർ കടക്കാരന് അതിൽ ചെറിയൊരു ഒത്താശ ഉണ്ടോ, ഒരു പങ്കുണ്ടോ സംശയമുണ്ട്. കാരണം ഓന് 24 hours തുറക്കണ കടക്കാരനാണ്. അതിൻ്റെ തൊട്ട് മുന്നിൽ നിർത്തിയ ഡീസൽ കട, വണ്ടീൻ്റെ ഡീസൽ വരെ അതിന് പോയിട്ടുണ്ട്. അപ്പോൾ ഓൻ പറയണത് ഞാനറിയില്ല, എനിക്കറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓൻ്റെ സംസാരത്തിൽ നിന്നൊരു വൈരുദ്ധ്യമുണ്ട്. അതായത് ഓനതിലൊരു പങ്കുള്ള പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. നമ്മളോട് ചൂടാവണൊക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് പോലീസിൻ്റെ നമ്പറൊക്കെ തന്നിക്കണ്. പക്ഷെ എന്നാലും ഒരു സംശയം ഓനുണ്ടോയെന്ന്. കാരണം അച്ചേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് അതിൻ്റെ തൊട്ട മുന്നിൽ നിർത്തിയെന്ന് വരെ ഊറ്റിപ്പോയിണ്. ഓനവിടെ മുമ്പിലുണ്ട്, ഓൻ്റെ പണിക്കാരൊരു ബായി ഉണ്ട്, ഓനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഉറങ്ങണമല്ലോ ഇതാക്കണമല്ലൊക്കെ നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട്. കേരളം വിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒമ്പിച്ചാനായിട്ട് കുറേ ആൾക്കാരുണ്ട്. ഈ കുറഞ്ഞ വാടകയും കുറഞ്ഞ ഇതും ബാലൻസും ഒക്കെ പാടെ നമ്മളെ ഡ്രൈവർ ബാറ്റയും എല്ലാം പാടെ കൂട്ടിയിട്ട് അതൊക്കെ ഒത്തുപിടിച്ച് പോണത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓരോ പണിയും കൂടി കിട്ടിക്കഴിഞ്ഞാലേ എങ്ങനെ അത് മുന്നോട്ട് പോകും? നമ്മൾ ഓരോരുത്തർക്ക് തിന്നാനുള്ള അരിയും സാധനങ്ങളും മറ്റുള്ള അവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനാണ് ഈ എല്ലാ വണ്ടിക്കാരും പോണത്. ഇജാതി ഓരോ പെടലിൽ പെട്ട ആ വണ്ടിക്കാരൻ്റെ അവസ്ഥ. ഒരു ടാങ്ക് ഡീസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000-30,000 ഉറുപ്പിൻ്റെ ഡീസലായി. ആ 30,000 ഒരു മാസം ഓടി ഉണ്ടാക്കണമെങ്കിൽ കഷ്ടപ്പാട് വണ്ടിക്കാർക്ക് അറിയുള്ളൂ. അങ്ങോട്ട് നോക്കി, ഇത് ഈ വണ്ടിൻ്റെത്, ഈ ഇപ്പുറത്ത് നിൽക്കുന്നത് ഈ വണ്ടിൻ്റെത്, ഇതൊക്കെ കേരള വണ്ടി കേട്ടോ. പിന്നെ അങ്ങനെ അതൊക്കെ പൊട്ടിച്ചതാണ്. അതായത് നമ്മളിവിടെ എത്തുമ്പോൾ ഡീസൽ ടാങ്ക് ഏകദേശം ഫുള്ളായിരിക്കും. അത് ഇവർക്ക് അറിയാം, നല്ല അറിയുന്ന പഠിച്ച കള്ളന്മാരാണ്. കാരണം ഡീസൽ ടാങ്ക് ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം കർണാടകയിൽ നിന്ന് നമ്മൾ ഡീസൽ അടിച്ച് പോരുമ്പോഴേ, പിന്നെ വേണ്ടോ കേരള വണ്ടിയാണത്. കർണാടകയിൽ നിന്ന് ഡീസൽ അടിച്ച് പോന്നാൽ, കാരണം കർണാടകയിൽ 87, 88, 89 ഈ റേഞ്ചിലാണ് ഡീസലിൻ്റെ വില. ആന്ധ്രയിൽ 98, 97, 96 റേഞ്ചിലും. കേരളത്തിലേറെ കൂടുതലാണ് ആന്ധ്രയിൽ, തെലുങ്കാനയിലൊക്കെ. അപ്പം നമ്മളെന്ത് ചെയ്യും? ഈ മഹാരാഷ്ട്ര ഇതൊക്കെ പോകാനല്ലേ വണ്ടിക്കാർ ഇങ്ങനെ ചെയ്യും. പിന്നെ ഡീസൽ അടിച്ച് ഫുള്ളാക്കിയിട്ട് വരും. അങ്ങനെ ഫുള്ളാക്കിയിട്ട് വരുമ്പോഴാണ് ഈ അവസ്ഥ മുഴുവൻ വരുന്നത്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഈ കാര്യത്തിന് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കിട്ടുന്ന ബാലൻസ് കള്ളന്മാർക്ക് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഓരോ വണ്ടിക്കാർക്കും ഇത് കണ്ടിട്ട് ബോധം ഉണ്ടാവില്ല. കാരണം ബോധം ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം നമുക്ക് ഉറക്കം വന്നാൽ സൈഡാക്കി ഒരു 4 വണ്ടിക്കാർ കൂടിക്കണോടത്ത് നമ്മൾ സൈഡാക്കുക. പക്ഷെ ആ സൈഡാക്കണത് ഇങ്ങനത്തെ ഓരോ പെടലാവുമ്പോൾ എങ്ങനെ ഉണ്ടാവും?
ഇങ്ങനത്തെ എന്നാൽ അവിടുത്തെ പോലീസുകാരും ഒക്കെ ഓൾക്ക് സപ്പോർട്ടും ഉണ്ടാവും. പോലീസുകാരോട് പരാതി പറഞ്ഞാൽ ലാസ്റ്റ് ഓൾക്ക് പൈസ കൊടുക്കും വേണ്ടി ഒരു ഓല് ഇതേറ്റ പിടിക്കില്ല ഒന്നുമില്ല, ഓർക്കും പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് വണ്ടിക്കാരുടെ അവസ്ഥ. അപ്പം ഇതിൽ നിന്നൊക്കെ ഒരു മോചനം എന്ന് കിട്ടും എന്ന് പടച്ചമ്പുരാൻ തന്നെ അറിയുള്ളൂ. ഏതായാലും പടച്ചോൻ കാക്കട്ടെ നമ്മളൊക്കെ, അല്ലാപ്പോൾ ഇതൊന്നും പറയാനല്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, അത്രേ പറയാനുള്ളൂ.